ഹായ് ഓൾ, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് മെയ് മാസം 24-ാം തീയതിയാണ് സ്റ്റേജ് 1 എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പല ഉദ്യോഗാർത്ഥികളും നേരിടുന്നത് പ്രധാനമായിട്ടുള്ള 3 പ്രശ്നങ്ങളാണ്. ഇപ്പം ഞാൻ എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ടൈമിലും എനിക്കും ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ മുന്നിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. അതായത് മെയ് മാസം എക്സാം എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന 2 മാസ കാലഘട്ടം. ഈ ഒരു ചുരുങ്ങിയ ടൈം പീരീഡിനുള്ളിൽ വെച്ചിട്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് നമ്മുടെ സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും, അതാണ് നമ്മളെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്? മെമ്മറി പ്രോബ്ലമാണ്. നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിച്ച കാര്യം ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും. പിന്നീട് അത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പല കാര്യങ്ങളും നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്ന പോലെയാണ് പിന്നീട് നമുക്ക് തോന്നുക. മൂന്നാമത്തെ പ്രശ്നം ഓവർ തിങ്കിങ് ആണ്. പല ഉദ്യോഗാർത്ഥികളും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഒരു ഓവർ തിങ്കിങ്. കട്ട് ഓഫിനെ കുറിച്ചുള്ള ടെൻഷൻ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടാണോ പഠിക്കുന്നത്, നമ്മൾ സിലബസിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ടോ, എക്സാം എഴുതുമ്പോൾ മാർക്ക് കുറയുന്നു എന്ന ടെൻഷൻ, അങ്ങനെ പല പല ടെൻഷനുകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളെ എങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ പഠനത്തിൽ ഫോക്കസ് ചെയ്യേണ്ടതും ഈ ഒരു ടൈം തന്നെയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കൂടെ മുന്നേ എക്സാം ടൈമിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരുടെ എല്ലാവരുടെയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് കാണാൻ പറ്റും, വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണ് കൂടുതൽ പേരും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളവർ. എന്നാൽ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ഞാൻ ഇത്ര കൊല്ലമായിട്ട് PSC പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർ എക്സാം അടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാരണം കൊണ്ട് പിന്തള്ളി പോകുന്ന ഒരു അവസരം കാണുന്നുണ്ട്. അപ്പോൾ പലരുടെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് പഠിച്ചിട്ട് PSCയിൽ കയറുന്നവരുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ കാലങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നിട്ടും ലിസ്റ്റിൽ വരാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ആ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഈ എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം. എന്നാൽ ഈ ഒരു ടൈമിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെ പോകുന്നവരുടെ കാര്യം എന്ന് വെച്ചാൽ ഒരു കോമൺ സിനാരിയോ ആണ്. ഇത് നമ്മൾ അവോയ്ഡ് ചെയ്തേ പറ്റൂ. ഈ ഒരു ടൈം ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ടൈം നമുക്ക് എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റീഡ് ലെസ്, അതായത് കുറച്ച് വായിക്കുക. അത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും ഞെട്ടിയിട്ടുണ്ടാവും, എനിക്ക് തെറ്റിപ്പോയതാണോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അല്ല, കറക്റ്റാണ്. നിങ്ങൾ വളരെ കുറച്ച് വായിക്കുക. നമ്മൾ ഏറ്റവും ചുരുങ്ങിയ കാര്യങ്ങൾ പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുകയും ആ പഠിച്ച കാര്യങ്ങളെ ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുകയും വേണം. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയണം. അതെങ്ങനെ സെലക്ട് ചെയ്യാം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നമുക്കറിയില്ലല്ലോ PSC എന്താണ് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ഇടുന്നതെന്ന്. പക്ഷേ അത് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 100% ഉണ്ടെങ്കിൽ അതിൽ ഒരു 20% മേഖല, അതായത് സിലബസിന്റെ ഒരു 20%-ത്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം വർക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താമെന്ന് ഞാൻ പറയാം. അതായത് റീസെന്റ് ട്രെൻഡുകൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ PSCന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെ സെക്ഷനിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന്. ഒരു ഫാക്ട് തന്നെ എത്ര ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഒരുപോലെ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ വന്നു എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ്, ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ഒരു ടാക്ടിക്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള നിങ്ങളുടെ ഡിഗ്രി ലെവൽ എക്സാംസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, NCERT ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് PSC ചോദിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ വെറുതെ എടുത്ത് ഒരു ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇതിൽ ഏത് കാര്യമാണ് PSC ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് നമ്മൾ ഓരോ വ്യക്തികളായിട്ട് ഇരുന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. അപ്പോൾ കുറേ സമയമൊന്നും നമുക്ക് മുന്നിലില്ല. വെറും 2 മാസ കാലഘട്ടത്തിൽ ഇതിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങൾ സെലക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ NCERT ചാപ്റ്റേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ഇപ്പോൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. കാരണം അങ്ങനെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും സെലക്റ്റീവായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ മാത്രം പഠിക്കണം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റീഡ് ലെസ്, നിങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്
ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ടെലഗ്രാമിലുള്ള ഒരു ചാനലാണ് അപ്ഗ്രേഡ് BSCയിലെ. അപ്പോൾ അവരുടെ ഒരു സ്റ്റഡി ടൈം ടേബിളാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളിൽ പലർക്കും അത് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം അതിലെന്ന് വെച്ചാൽ നമുക്ക് NCERT ചാപ്റ്റേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കുറച്ച് പഠിക്കണം എന്ന് മനസ്സിലാവും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കാൻ പറ്റാത്തവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണത്. നിങ്ങൾ ടെലഗ്രാമിൽ അപ്ഗ്രേഡ് KPSC എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ആ ഒരു പബ്ലിക് ടെലഗ്രാം ചാനൽ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുതിയൊരു ബാച്ച് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 മാസ കാലഘട്ടം എങ്ങനെ ഈ NCERTനെ കവർ ചെയ്യാം എന്നുള്ള കാര്യം അതിൽ പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഓരോ ചാപ്റ്റർ വൈസ് എക്സാംസും അതിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കവർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ സിലബസിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആക്കിയിട്ട് തിരിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം സിലബസ് എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു സിലബസ് ആണ്. നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ച് അത് വെച്ച് നോക്കി പഠിക്കാനാണ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് മൊത്തം പഠിക്കേണ്ടതായിട്ട് വരും. കാരണം സിലബസ് ബേസ് ചെയ്തിട്ട് തന്നെയാണല്ലോ റാങ്ക് ഫയലും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ റാങ്ക് ഫയലിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും PSC ചോദിക്കില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ഈ NCERT ചാപ്റ്റർ വൈസ് എക്സാംസ് വേറെയും ഉണ്ട്. അതേപോലെ തന്നെ സിലബസിനെ കുഞ്ഞു ടോപ്പിക്സ് ആയിട്ട് തിരിച്ചുകൊണ്ടുള്ള ടോപ്പിക് വൈസ് എക്സാംസ് വേറെ തന്നെ ഉണ്ട്. അതായത് NCERTയിലൂടെയും അല്ലാതെയും അവർ സിലബസിനെ ഓവറോൾ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ പഠനത്തെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഓരോ എക്സാംസ് കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാവും. പഠിക്കാതെ ഒരു എക്സാം എഴുതാൻ പോയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു മേഖലയിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ്, ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്ന്. അതിനനുസരിച്ച് നമുക്ക് പഠിക്കാനായിട്ടും പറ്റും. ഒരു ടൈമാണ് നമുക്ക് ഇതിൽ കൂടെ സേവ് ചെയ്യാൻ പറ്റുന്നത്. വെറുതെ അവിടെ ഇവിടുന്ന് പഠിക്കുന്നതിന് പകരമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ കാണിച്ചു തരികയാണ് ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻസിലൂടെ. അതനുസരിച്ച് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ആ ഒരു കാര്യം കഴിഞ്ഞു, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം. അതായത് ഈ സിലബസിനെ നമുക്ക് ഈ ഒരു കുഞ്ഞു ടൈമിനുള്ളിൽ എങ്ങനെ പഠിച്ചെടുക്കാമെന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഇതിൽ കൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി പഠനത്തിൻ്റെ വേറൊരു മെത്തേഡാണ് രണ്ടാമത്തെ ടാക്ടിക്സ് എന്നത്, അതായത് വിഷ്വലൈസേഷൻ. നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ചെറിയ നോട്ട്സ് ആക്കി മാറ്റണം. നോട്ട്സ് എന്ന് വെച്ചാൽ കുറേ നോട്ട് ബുക്ക് ആക്കി വെക്കണം എന്നല്ല, കുഞ്ഞു നോട്ട്സ് ആയിട്ട് ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ഗ്രാഫ് പോലെ, ഈ പൈ ഡയഗ്രാംസ് പോലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ പഠിക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ടോ ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള അത്തരം തോന്നുന്ന കാര്യങ്ങൾ കുഞ്ഞ് ഗ്രാഫ് പോലെ ആക്കുക. നിങ്ങൾ ഒരു പൈ ഡയഗ്രാംസ് ആയിട്ട് സെറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാനും അതേപോലെ തന്നെ ഓർത്തെടുക്കാനായിട്ടും പറ്റും. ഒരു മൂവി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ഓർത്തിരിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു നോട്ട് കീപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളും ഓർത്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ പഠനം കുറച്ചും കൂടെ റിലാക്സ്ഡും എഫക്റ്റീവ് ആക്കാനും പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ഏറ്റവും കുറച്ച് കാര്യങ്ങൾ പഠിക്കുക, ഏറ്റവും ചുരുങ്ങിയ കാര്യങ്ങൾ പഠിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ടൈം സേവ് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് സെക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യും, അത് പഠിക്കുക. രണ്ടാമത്തേത് വിഷ്വലൈസേഷൻ. ഇനി മൂന്നാമത്തേത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ റിവിഷൻ. കൃത്യമായിട്ടുള്ള ഒരു റിവിഷൻ. അതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ വായിച്ച് നോക്കി പോകുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും എഫക്റ്റീവ് ആകുന്ന ഒരു റിവിഷൻ മെത്തേഡാണ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ പഠിച്ച മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡെയിലി വർക്കൗട്ട് ചെയ്യാം. NCERT ചാപ്റ്റേഴ്സിന്റെ എക്സാംസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. നമ്മുടെ വരാൻ പോകുന്ന എക്സാമിന്റെ സിലബസ് പ്രകാരം വേണ്ട NCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അപ്ഗ്രേഡ് BSCന്റെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതായത് അതിൽ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നൊന്നുമില്ല, ആ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ തന്നെ നിങ്ങൾക്ക് സിലബസ് ടൈം ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി ആ ഒരു ചാപ്റ്റേഴ്സ് അവർ PDF ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അത് നോക്കി പഠിച്ചു പോവുക. ആ എക്സാംസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ദെൻ ആ എക്സാംസ് പിന്നീട് വീണ്ടും റിവിഷൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട, അവർ തന്നെ റിവിഷൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതായത് കുറച്ച് NCERT ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ റിവിഷൻ എക്സാംസും അവർ തന്നെ നടത്തുന്നുണ്ട്. നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മളെ ഒന്ന് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ലൊരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ വേണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് NCERT മാത്രമല്ല സിലബസും കൂടി പഠിക്കാനായിട്ടുണ്ട്. സിലബസിലെ കുറേ ടോപ്പിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടോപ്പിക് വൈസ് എക്സാംസ് അതിൽ വരുന്നത് അതും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെ ആ ഒരു എൻറ്റയർ സിലബസിനെ മൊത്തത്തിൽ കവർ ചെയ്യുക. പറ്റുമെങ്കിൽ മാക്സിമം എക്സാംസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് പോവുക. കാരണം നമ്മളൊരു പരീക്ഷയെ നേരിടുമ്പോൾ അതേപോലെയുള്ള ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്തത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഈ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആയാലും അതിനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നേരിടാനായിട്ട് പറ്റും. അപ്പോൾ ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ടെൻഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആക്കുക ചെയ്യുക. നമ്മൾ എത്രത്തോളം പഠിച്ചാലും ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ബാക്കോട്ട് പോവുക ചെയ്യും. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ പ്രശ്നമായിരുന്ന ഈ ഒരു ടെൻഷനെ
നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നല്ല പഠനം നമുക്ക് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ടെൻഷൻ എന്ന് പറഞ്ഞ കാര്യത്തിനെ മാറ്റി വെക്കണം. എഫക്റ്റീവായിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ്റെ ഒരാവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുകയാണ് വേണ്ടത് ടെൻഷൻ അടിക്കുന്നതിന് പകരമായിട്ടുള്ളത്. ഈ പരിശ്രമിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനൊരു ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല, സ്മാർട്ട് വർക്കാണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പഠിക്കൊന്നും വേണ്ട, സ്മാർട്ട് വർക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാനുകളൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുള്ള ഒരു കാര്യമാണ്. കുറച്ച് കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മൾ പഠിച്ചുകൊണ്ട് പോകും. ഈ ഒരു സ്മാർട്ട് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല. അതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബോട് കൂടി നിങ്ങളുടെ പല ടെൻഷനും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നല്ല പോസിറ്റീവായിട്ട് വളരെ വലിയൊരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവരും എന്തായിട്ടും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി വരാൻ പോകുന്ന ഈ 2 മാസക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രിലിംസ് നേടാൻ പറ്റട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം. പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റിൽ വരട്ടെ, ജോലി കിട്ടട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.